പറശ്ശിനിക്കടവ് പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ മുത്തപ്പന്റെ വെള്ളാട്ടം അടുത്ത് നിന്ന് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. ചെല്ലുന്ന ടൈമിലൊക്കെ ഭയങ്കര തിരക്കുമായിരിക്കും. അതുപോലെ തന്നെ വെള്ളാട്ടം തുടങ്ങിയിട്ടുണ്ടാകും. അപ്പം ബാക്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ട് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഇതിപ്പോൾ തലശ്ശേരിയിൽ വന്നപ്പോൾ അവിടുത്തെ അമ്പലത്തിൽ മുത്തപ്പന്റെ വെള്ളാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കാണാൻ വന്നതാണ് കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് ആദ്യം മുതൽ അവസാനം വരെ കാണാൻ പറ്റി. അങ്ങനെ വെള്ളാട്ടം കണ്ടു കഴിഞ്ഞ് നമ്മൾ പോയി മുത്തപ്പൻ്റെ അനുഗ്രഹം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുത്തപ്പൻ കയ്യിൽ പിടിച്ച് മുത്തപ്പൻ ഉണ്ട് കൂടെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മാറും. അന്നത്തെ ദിവസം തന്നെ ഭഗവതിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കാണാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഭഗവതിയുടെ അനുഗ്രഹം കൂടി വാങ്ങിച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. വേവിച്ച പയറും തേങ്ങാക്കൊത്തും ചായയും എല്ലാം മുത്തപ്പൻ്റെ അമ്പലത്തിലും കിട്ടുന്ന പ്രസാദമാണ്. അങ്ങനെ അതും കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയത്. ശരിക്കും ഞാനൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് കേട്ടോ കാണുന്നത്. കറക്റ്റ് ഞാൻ തലശ്ശേരിയിൽ വരുന്നതും അവിടെ മുത്തപ്പൻ്റെ വെള്ളാട്ടുണ്ടെന്ന് പറയുന്നതും അത് കാണാൻ പറ്റും, ഭഗവതിനെയും കൂടി അന്നത്തെ ദിവസം കാണാൻ പറ്റിയതെല്ലാം ഞാനൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്.